പ്രെയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനും കടന്നു വന്ന് സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വരാൻ സാധിക്കാത്തവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, മറ്റുള്ളവരെ വിളിക്കുക, സംബന്ധിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായത് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രസംഗം ഒരു ചാനലിൽ കൂടെ കേട്ടിട്ട് ഒരു സഹോദരി എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. അപ്പോൾ തിരുവല്ലയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. എന്നെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അച്ചായൻ്റെ മെസ്സേജ് എല്ലാം ഒത്തിരി കേട്ടു, ഒത്തിരി ഇഷ്ടമാണ്. ആ ബുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയ 2 ബുക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എൻ്റെ PDF അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപാട് പേര് കേൾക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൂട്ടിക്കൊണ്ട് വരിക. ചിലവില്ലാത്ത കാര്യമാണ്. വന്ന് കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു വാക്യം വായിച്ചുകൊണ്ട് വരണമെന്ന്, ധ്യാനിച്ചുകൊണ്ട് വരണമെന്ന്. ആരെങ്കിലും വായിക്കുകയോ ധ്യാനിക്കുകയോ വല്ലതും ചെയ്തവരുണ്ടോ? ആരെങ്കിലും വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തവരുണ്ടോ? ഒരുത്തരുമില്ല. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് വാക്യമാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തീർച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. താങ്ക് യു. ദൈവം കർത്താവിൻ്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ തിരുവചനത്തിൽ നിന്നുമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് വേദപണ്ഡിതാക്കൾ. താങ്ക് യു മാമ. അപ്പോൾ ഈ പ്രാർത്ഥനയിലെ ഉള്ളടക്കം അല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനെ വിശദീകരിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. ആ വിശദീകരിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മളെല്ലാവരും ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വിശുദ്ധ ബൈബിൾ, ആ വിശുദ്ധ വചനമെന്ന് പറയുന്നതിൻ്റെ ശക്തി ദൈവത്തോളം ഉണ്ടെന്ന് പല ദൈവദാസന്മാരും പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പലരും പറയാറുണ്ട്. എന്നാൽ ആ വചനത്തിൻ്റെ ശക്തി എന്തുമാത്രമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനു മുമ്പേ ഞാൻ ഇതിനകത്തിലെ 2-3 വാക്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് കാണിച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് തിരിയാനായിട്ടാണ് പോകുന്നത്. ഈ ലോകത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതിന് ശേഷം യേശു അത്യന്ത ശക്തിയോടെ
ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ വീരപ്രവർത്തികളും ചെയ്തു. ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചു. അങ്ങനെ ഇരിക്കെ യേശുവിനെ ക്രൂശിക്കാൻ ഇവർ പിടിക്കുമ്പോൾ യേശുവിൻ്റെ മേലുള്ള ദൈവത്വം ഉള്ളിടത്തോളം കാലം യേശുവിനെ ക്രൂശിക്കാനോ പിടിക്കാനോ പറ്റത്തില്ല. അപ്പോൾ യേശുവിൽ നിന്നും ദൈവത്വം മാറിപ്പോകണം. എങ്കിൽ മാത്രമേ യേശുവിനെ ക്രൂശിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യം. ഓക്കെ, അത് എങ്ങോട്ട് പോയി, എങ്ങനെയാണത് മാറ്റപ്പെട്ടത് എന്നുള്ളതെല്ലാമാണ് ഞാൻ വിവരിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വായിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതിനകത്തിൽ ഒന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ഇത് സംസാരിച്ചിട്ട് 13-ാം അധ്യായത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. അതിനുശേഷം സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പ്രാർത്ഥിച്ചത് എന്നുള്ളതല്ല ഇവിടെ വായിക്കുന്നത്. പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്താണ് അർത്ഥം? യേശു പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പുത്രനെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. കാരണം ദൈവം തൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നവനാണ്. ആ ആഗ്രഹിക്കുന്ന മഹത്വം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണം. എന്നാലേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതറിയണം. അപ്പോൾ ദൈവത്തിന് പൂർണ്ണ മഹത്വം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഹത്വം നമുക്കൂടെ തരണം. അത് നിങ്ങൾക്ക് 22-ാം 23-ാം വാക്യത്തിനകത്ത് കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടത്. 22-23. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കുന്നതിന് തന്നെ. അപ്പൊ ദൈവ മഹത്വം നമുക്ക് തന്നതിന്റെ മേജർ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താഴെ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ഒന്നായിരിക്കണം. അപ്പോൾ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ അവിടെ നിന്ന് വിട്ടു, 1-ാമത്തെ വാക്യത്തിൽ നിന്ന് വിട്ടു. പിന്നെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. മറ്റേതെല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയെന്ന് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കൊരു 2 കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഒരാണോ ഒരു പെണ്ണോ, അല്ലെന്നുണ്ടെങ്കിൽ 2 പെൺപിള്ളേരോ 2 ആൺപിള്ളേരോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇന്നത്തെ കാലത്ത് ഈ കാലയളവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അടുത്ത് വരുമോ? ആരും ഇറങ്ങി വരത്തില്ല. അവർ പരിക്കാത്ത കയറി വിളിച്ചിരിക്കും. പണ്ടൊക്കെ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടേ, നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയിരിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കളിക്കുകയും എടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പനും അമ്മ പറയുന്ന പോലെ അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് പറയാണ്, ഞങ്ങൾ അങ്കിളിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ആൻറ്റിക്ക് പിന്നെ ഈ ജ്യൂസ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ. എന്തോ ആയിരിക്കും മോനെ പറയാൻ പോകുന്നത്. മമ്മി, ഐ ആം വെരി ബിസി, ഐ ആം സ്റ്റഡിങ് റൈറ്റ് നൗ, ഐ ഡോണ്ട് ഹാവ് നോ ടൈം, പ്ലീസ് മമ്മി യു ക്യാൻ ഡു ഇറ്റ് എന്നല്ല പറയത്തുള്ളൂ. അതേ പറയത്തുള്ളൂ. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. എന്താ കാരണമെന്നറിയാമോ? നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന്, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ചിട്ടുമില്ല.
അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങൾ മക്കളോട് പറഞ്ഞിട്ട് മക്കൾ ചെയ്തോ? ചെയ്തില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കത് മാനമാണോ അപമാനമാണോ? അപമാനമാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ മക്കൾ മഹത്വപ്പെടുത്തേണ്ടത്, അവരെ മാനിക്കേണ്ടത്? മക്കള് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. യേശു ഇവിടെ എന്താ പറഞ്ഞത്? നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, അങ്ങനെ ഞാൻ ഭൂമിയിൽ നിന്നെ എന്ത് ചെയ്തു? അപ്പം നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ സകല മഹത്വവും ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടാണ് മഹത്വപ്പെടുത്തുന്നത്? കർത്താവെ സകല കാര്യങ്ങളും നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കർത്താവിനോട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞേച്ചു കർത്താവിനോട് പറയും മഹത്വം ഞാൻ നിനക്ക് തരുന്നെന്നും പറയും. അതിനകത്ത് വല്ല മഹത്വം ഉണ്ടോ? ഇല്ല. ഓക്കെ, അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത വാക്യം ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. ആ ഭാഗത്തേക്ക് നിൽക്കാനായിട്ട് വേണം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം എടുത്താട്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓക്കെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. പിന്നെ വചനം എന്തായിരുന്നു? വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ദൈവമായിരുന്നോ? വാസ്തവത്തിൽ നമ്മൾ വായിക്കുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം നമ്മൾ വചനത്തെ എങ്ങനെ കാണണം? എങ്ങനെയായിട്ട് കാണണം? വചനത്തെ നമ്മൾ എങ്ങനെയായിട്ട് കാണണം? പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഞാൻ ഈ വചനത്തെ എങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്, പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനിയും അടുത്ത ഭാഗം നിങ്ങൾ നോക്കണം. 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി നിങ്ങൾ ആ ബൈബിളിനകത്തോട്ട് നോക്കിക്കണം. ആദ്യത്തെ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ഒരു കുത്തും കോമായും ഉണ്ട്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ഒരു കുത്തും കോമായും ഉണ്ട്. വചനം ദൈവമായിരുന്നു, അവിടെ കുത്ത്. അപ്പം ഇനിയും വചനം ജഡമായി തീർന്നു എന്നുള്ള ആ ഭാഗം ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന ഭാഗത്തോട്ട് നമ്മളൊന്ന് ചേർത്ത് വെക്കാൻ പോവുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം എന്തായി തീർന്നു? ഇനി വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നുള്ള ഭാഗം 2-ാമത്തെ ഭാഗത്തോട്ട് ചേർത്ത് വെക്കാൻ പോവുകയാണ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി എവിടെ പാർത്തു? ആ ദൈവം നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് വചനം ദൈവമായിരുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇപ്പോൾ ആ 2 വാചനങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാനായിട്ട് വേണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് പേപ്പറോ പേന ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു. ആ വചനം വലിയ ജഡമായി തീർന്നതാണോ അല്ലയോ? അതെ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ കൃപയും സത്യവും നിറഞ്ഞവനായി എവിടെ പാർത്തു? നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ദൈവമായിരുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പം നമ്മൾ എങ്ങനെയാണ് വചനത്തെ കാണേണ്ടത്?
തേജസ്, ദൈവത്തിൻ്റെ തേജസ്, ഏകപിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാനായിട്ട് നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കാലയളവിൽ വന്നേക്കുന്ന പരാജയം, ഈവൻ പെന്തക്കോസ്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ പെന്തക്കോസ്ത് വന്ന കാലയളവിലെല്ലാം, കാരണം ഈ മൊബൈലും ടാബും ഒക്കെ വരുന്നതിന് മുമ്പ്, അത് വന്നിട്ടിപ്പോൾ 10 വർഷമല്ലായല്ലോ കൂടുതലായിട്ട്. അപ്പം അതിന് മുമ്പ് ബൈബിളും കൊണ്ട് പോകണമായിരുന്നു. ഇപ്പം ബൈബിളും കൊണ്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പണ്ടൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ഏതെങ്കിലും കൺവെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസംഗ വേദിയിലോ വല്ലതും പോയാൽ ബൈബിളിൻ്റെ കൂടെ ഒരു നോട്ടും ബുക്കും പേനായും പെൻസിലും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ഉപദേശിമാരോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്ന ഉടനെ അവർ പറയുന്ന വചനങ്ങൾ എഴുതി ചെയ്യുമായിരുന്നു? നോക്കി വായിക്കുകയും എഴുതിയെടുക്കുകയും പോയൻസൊക്കെ എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ അവസരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചെയ്യുകയും ചെയ്യുമായിരുന്നു, അല്ലായിരുന്നോ? ഇപ്പം നിങ്ങൾ ബൈബിള് കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ബൈബിള് തുറക്കാൻ പോലും നമുക്കെന്തോ ഇല്ല, അവിടെ സാവകാശമില്ല. ഉണ്ടോ? ഇല്ല. അഥവാ തുറന്നാലും തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കി ഇരുന്ന് ബൈബിളിനകത്തോട്ട് ആ വാക്യം എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ പ്രസംഗിക്കുന്ന ആള് വേറെ വല്ലയിടത്തും ചെന്ന് കാണും. ഇപ്പം ചെങ്ങന്നൂരിട്ട് നമ്മൾ ആ ബൈബിളിനിട്ട് തുറന്ന് നോക്കിയെന്നിരിക്കട്ടെ, പ്രസംഗിക്കുന്ന ആള് അപ്പോഴത്തേക്ക് തിരുവല്ലയിൽ എത്തിക്കഴിയും. എന്നാൽ തിരുവല്ലയിലിട്ട് പിടിക്കാമെന്ന് കണ്ട് നിങ്ങൾ തിരുവല്ലയിൽ വെച്ച് ബൈബിള് തുറന്നെന്നിരിക്കട്ടെ, ആ പുള്ളി അപ്പോഴത്തേക്ക് എവിടെ എത്തിക്കഴിയും? ചങ്ങനാശ്ശേരിയിൽ എത്തിക്കഴിയും. അപ്പം ഇങ്ങനെ പോകുന്നത് കൊണ്ട് ബൈബിളിൽ കൊണ്ടുപോകുന്നതിനകത്തും വായിക്കുന്നതിനകത്തും തുറക്കുന്നതിനകത്തും ഇപ്പം പലർക്കും എന്തോ ഇല്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വായിക്കാൻ ഇപ്പം പലർക്കും വായിക്കാനും അറിയത്തില്ല, കാരണം ബുക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അതാണ് പരാജയം പറ്റിയേക്കുന്നത്. അതിൽ നിന്നും മാറ്റം ഉണ്ടാകണോ വേണ്ടായോ? ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഇന്ന് എന്നെ ഒരാൾ വിളിച്ചു, എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി എൻ്റെ കൊച്ചു കുഞ്ഞിന് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ? ഇന്ന പോലൊക്കെയാണ്. ഞാൻ ചോദിച്ചു, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ആവശ്യമാണോ, സഹോദരിയുടെ ആവശ്യമാണോ, അതോ അവരുടെ മാതാപിതാക്കളുടെ അത്യാവശ്യമാണോ? ആരുടെ ആവശ്യം? മാതാപിതാക്കൾ. പിന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അത്യാവശ്യം തന്നെയാണ്, അല്ലേ? അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ അതിനകത്തിൽ എന്തോ ഉണ്ട്, പ്രൊഫഷണലായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്കാണോ അതിനകത്ത് മൂല്യം കൂടുതലുള്ളത്, അതോ വല്യപ്പച്ചനും വല്യമ്മച്ചനും പ്രാർത്ഥനയ്ക്കകത്തോ മൂല്യം കൂടുതലുള്ളത്? അപ്പം അതിനകത്തിൽ കൂടുതൽ ആത്മാർത്ഥതയുണ്ടോ? ഉണ്ട്. അപ്പം ആരാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്? അവരവര് അല്ലേ? ആവശ്യക്കാരന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യക്കാരന് ദൈവവചനം നോക്കി പഠിച്ച് അത് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വിടുതലുകൾ ഉണ്ടാകുന്നത്. ആ സഹോദരിയോട് അത് പറഞ്ഞപ്പം ഒത്തിരി സന്തോഷം തോന്നി. എന്താ കാര്യം എന്നാണെന്നറിയാമോ? ഇപ്പം എല്ലാം എന്താ പ്രാർത്ഥനാ വിഷയം? ഞാൻ പ്രാർത്ഥിച്ചേക്കാം. പ്രാർത്ഥിച്ചു, വാസു പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിച്ചെടുക്കാൻ പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾ ദൈവവുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയത്തില്ലയോ, ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ അത്ഭുതം എനിക്ക് കാണാനിടയായി എന്ന് പറയത്തില്ലയോ? അതില്ലയോ നല്ലത്?
അതോ വേറൊരാൾ പ്രാർത്ഥിച്ച് അത്ഭുതം കാണുന്നതിലും നല്ലത് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നില്ലയോ? നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ അടുപ്പിക്കരുതോ? അടുപ്പിക്കാൻ പറ്റുമോ? അതല്ലയോ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കണം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതും 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞ ആ 2 വചനത്തെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? അത് ഒന്നിച്ചാക്കിയിട്ട് എന്ത് ചെയ്തു? ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നോ ഇല്ലയോ? തീർന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഇവിടെ പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനം ദൈവമായിരുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പം നമ്മൾ ഈ വചനത്തിൽ കൂടെ ആരെ കാണണം? ദൈവ തേജസ് കാണാനായിട്ട് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവ തേജസ് ആരുടെ മേലുണ്ടായിരുന്നു? യേശുവിൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പം ഈ ഗ്ലോറി യേശുവിൻ്റെ മേൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം യേശുവിനെ ക്രൂശിക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം ദൈവമാണ് കൂടെയുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ദൈവ തേജസ് എവിടെ നിന്ന് മാറിപ്പോകണം? യേശുവിൽ നിന്നും മാറിപ്പോകണം. അതെങ്ങനെയാണ് മാറിപ്പോയതെന്നും എപ്പോഴാണ് മാറിപ്പോയതെന്നുമാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ 18-ാം അധ്യായം ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു കിദ്രോൻ തോട്ടിന് അവിടെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഗെത്സമന തോട്ടത്തിൽ നിന്നും ഇറങ്ങി ഇവരുടെ മുന്നോട്ട് വരികയാണ്. ആരുടെയാണ്? പട്ടാളം യേശുവിനെ പിടിക്കാൻ വരുന്നവരുടെ അടുക്കിലോട്ട് നടന്നു വരികയാണ്. യേശുവും ശിഷ്യന്മാരും കൂടെ നടന്നു വരുന്ന അവസരമാണ് അത്. ഇനി ഞാൻ വായിക്കുന്നു, അല്ലെ ഒന്ന് വായിച്ചു. അതിൻ്റെ 18-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാലോ? ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. ഓക്കെ, ഈ തോട്ടം എന്ന് പറയുന്നത് ഏത് തോട്ടമാണെന്ന് അറിയാമോ? ഗെത്സമന തോട്ടം. ഓക്കെ, ഗെത്സമന തോട്ടത്തിലായിരുന്നു. അപ്പോൾ ഗെത്സമന തോട്ടത്തിൽ പോയി അവിടെ നിന്ന് തോട്ടമുണ്ടായിരുന്നു, അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോവുക പതിവായിരുന്നു. കൂടെ പോയിരുന്നത് കൊണ്ട് അവരെ കാണിച്ചു കൊടുക്കുന്ന യൂദയും സ്ഥലത്ത് അറിയാം. കാരണം യൂദായും അവിടെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ യൂദ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗത്തേക്ക് തിരിയാനായിട്ട് വേണം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ വായിക്കുന്ന ഉടനെ 4-ാമത്തെ വാക്യം, യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞു, പുറത്തു വന്നു, നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് അവനോട് ചോദിച്ചു. അതിന് മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥന, ഗെത്സമനയിലെ പ്രാർത്ഥന, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഇല്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്താണ് വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. കർത്താവെ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നുള്ളത് യോഹന്നാൻ്റെ മറ്റുള്ള സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇച്ചിരി വിശദമായിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ അതില്ല. അപ്പോൾ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അതിന് മുമ്പലത്തെ പ്രാർത്ഥനയാണ് എവിടെ വെച്ച് ആ പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥന അതിൽ നിന്നുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ മർമ്മമാണ്, വെളിപ്പാടാണ്, അതിൻ്റെ റെവലേഷനാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ.
നിങ്ങൾ ആരെ തിരയുന്നെന്ന് അവരോട് ചോദിച്ചു. നസറായനായ യേശുവിനെ അവർ ഉത്തരം പറഞ്ഞപ്പോൾ അതിന് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അപ്പോൾ യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? പിൻവാങ്ങി നിലത്ത് വീണു. എന്താ വീഴാനുള്ള കാരണം? ഈ വീഴ്ച കണ്ടുകൊണ്ടാണ് ചിലർ പാസ്റ്റർമാർ തള്ളിയിട്ടു, അവർ മലന്നാ വീണത്, ഇവർ കമന്നാ വീണത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വാചകങ്ങളൊക്കെ അടിക്കുന്നത് നിങ്ങളൊരു പക്ഷേ കേൾക്കുമായിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ കുറ്റം പറയാനും മറ്റുള്ളത് പറയാനും കൂടുതലായിട്ട് നമുക്ക് സാധിക്കും. അതിനു മുമ്പേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യം യേശു പറഞ്ഞപ്പോൾ ഇവർ വീഴാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ അറിയണം. അതിൻ്റെ അടുത്ത വാക്യം, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നുവെന്ന് തിരയുന്നുവെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നീ എനിക്ക് തന്നിട്ടുള്ളവർ ആരും നഷ്ടമായി പോയില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിനെ ഇതിനാൽ നിവർത്തി വന്നു. ശിമോൻ പത്രോസ് പാളുകൊണ്ട് വെട്ടുന്നു, പട്ടാളമെല്ലാം വെട്ടുന്നു. അതിൻ്റെ എല്ലാം ശേഷം യേശു അവനെ സൗഖ്യമാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പട്ടാളവും സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ച് കെട്ടി. അപ്പം രണ്ടാമത് യേശു പറഞ്ഞപ്പോൾ യേശുവിനെ അവരെന്ത് ചെയ്തു? പിടിച്ചു കെട്ടി. അതിന് മുമ്പ് എന്തായിരുന്നു പറ്റാതിരുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആദ്യം യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞ്, ഞാൻ എന്നുള്ള വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് നമ്മൾ എവിടെയാണെന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിനകത്താണ്. മോശയോടാണ് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ഞാനാകുന്നു എന്ന് യേശു എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഞാൻ തന്നെയാണ് ഇവിടെ ഇപ്പോഴും പറഞ്ഞത്. ഞാനാകുന്നു. ആരെ തിരയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അപ്പം ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ വീണു എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇവർ വീണില്ല. എന്തുകൊണ്ട്? ആദ്യത്തെ പ്രാവശ്യം വീണു, രണ്ടാമത്തെ പ്രാവശ്യം വീണില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് ആ ഒരു ഓർമ്മയുണ്ടല്ലോ, ശ്രദ്ധിച്ചോണം. ഇനി ശ്രദ്ധിച്ചാട്ട്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ലോകമുണ്ടാകുന്നതിന് മുമ്പേ യേശു എവിടെയായിരുന്നെന്നായിരുന്നു നമ്മൾ മുമ്പേ വായിച്ചത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം അപ്പം ആദിയിൽ യേശു എവിടെയായിരുന്നു? വചനമായവനായി. ആ വചനമാണ് ജഡമായി തീർന്നത്. വചനമായവൻ ദൈവത്തോടു കൂടെ, ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഇനി നോക്കിക്കോട്ടെ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അർത്ഥം, ഇപ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. And now, O Father, glorify thou me with thine own self, with the glory which I had with thee before the world was. അപ്പോൾ ലോകം ഇവിടെ വരുന്നതിന് മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിന്നടുക്കലായിരുന്നു. ആണോ? അല്ലായിരുന്നോ? നിന്റെ അടുക്കലായിരുന്നു. അവിടെ എനിക്ക് എന്തുണ്ടായിരുന്നു? എനിക്ക് ഗ്ലോറി ഉണ്ടായിരുന്നു. ആ ഗ്ലോറിയിലേക്ക് ഇപ്പം എന്നെ എന്ത് ചെയ്യണം? അങ്ങോട്ട് നീ എന്നെ ഗ്ലോറിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെൻ്റെ മേളിലുള്ള ഗ്ലോറി എല്ലാം കൂടി ഇപ്പം അങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം?
ദൈവത്തിൻ്റെ അടുക്കൽ എവിടെ? വചനമായിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം. അപ്പോൾ യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്ന ഗ്ലോറി അഥവാ മഹത്വം എവിടേക്ക് പോകണമെന്നായിരുന്നു യേശു പ്രാർത്ഥിച്ചത്? ആദിയിൽ വചനം ഉണ്ടായിരുന്ന ആ വചനത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ മേലുള്ള മഹത്വം മുഴുവനും എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? വചനത്തിലേക്ക്. ദൈവത്തിലേക്കല്ല, ദൈവം ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തിലേക്ക്. മനസ്സിലായില്ല? ഇതാണ് ഈ പ്രശ്നം. ആദിയിൽ വചനമുണ്ടായിരുന്നു, അങ്ങനെയല്ലേ വായിച്ചത്? ആയിരുന്നോ അല്ലയോ? ആരെങ്കിലും പറഞ്ഞേ? അതെ, ആ വചനമല്ലയോ ജഡമായി തീർന്നത്? ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിൽ എന്തോ ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ മനുഷ്യനായി ജീവിക്കുന്ന ആ ഗ്ലോറി അവൻ്റെ മേലായിരുന്നു. ആദ്യം വചനം ദൈവമായിരുന്ന വചനം ഞങ്ങൾ അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ ഏകജാതനായവൻ്റെ മേൽ ആ തേജസ് ഉണ്ടായിരുന്ന തേജസ് ഇപ്പോൾ എങ്ങോട്ട് പോകണം? മടങ്ങി ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ യേശു എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ച് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? ഒന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഒന്നുകൂടെ ചോദിക്കും. മനസ്സിലായി? എന്ത് മനസ്സിലായെന്നാ പറഞ്ഞ അമ്മാവ എന്ന് പറഞ്ഞേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല എന്ന് പറ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറ. ഒന്നുകൂടെ പറയണോ? റജി ബ്രദർ ഒന്നുകൂടെ പറയണോ? ഓക്കെ, എന്നാ പിന്നെ അതാണ് പറയരുതോ? ചോദിക്കുക, ഒത്തിരി പ്രാവശ്യം ചോദിപ്പിക്കാതെ. ഇപ്പോൾ പിതാവേ, നിങ്ങൾ ഈ അതാ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ. ഇപ്പോൾ പിതാവേ, എപ്പോൾ? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ? ഇപ്പോൾ, now. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന. അപ്പം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ യേശു എവിടെയായിരുന്നു? ദൈവത്തോടുകൂടി എന്തായിരുന്നു? വചനമായിരുന്നു. ആരായിരുന്നു? വചനമായിരുന്നു. പറഞ്ഞാട്ടെ, യേശു ആദിയിൽ വചനമായിരുന്നു എന്നെങ്കിലും പറഞ്ഞേ. ആ വചനമാണ് ജഡമായി തീർന്നത്. ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം. ആണോ അല്ലയോ? അപ്പൊ ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നപ്പോ ആ വചനം ദൈവമായിരുന്നു എന്നല്ലയോ നമ്മൾ വായിച്ചത്? അപ്പൊ അന്നേരം ആ ദൈവമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്മേൽ എന്തുണ്ടായിരുന്നു? ദൈവ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം എവിടേക്ക്? താഴെ ഭൂമിയിലേക്ക് വന്നു. എപ്പോൾ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു? ഒരു പ്രാവ് എന്ന രൂപേണ അവൻ്റെ മേൽ വന്നു എന്ന് നമ്മൾ തിരുവചനത്തിനകത്ത് വായിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇപ്പം ആ ഗ്ലോറി, ആ മഹത്വം, ആ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് തിരിച്ചു പോകണം? ആ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം, വചനത്തിലേക്ക് തിരിച്ചു പോകണം. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശുവിൻ്റെ മേലുണ്ടായിരുന്ന ഗ്ലോറി എവിടത്തേക്ക് പോയി? വചനത്തിലേക്ക് പോയി. ആ പോയി കഴിഞ്ഞതിന് ശേഷമാണ് യേശു എവിടെ ചെന്നത്? ഗത്സമനയിൽ ചെന്നത്. എവിടെ പോയത്? ഗത്സമനയിൽ ചെന്ന് യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് യേശുവിൻ്റെ മേൽ എന്തു വീണത്? പാപം അവൻ്റെ മേലാക്കി. ആരുടെ മേലാക്കി? അതിനു മുമ്പേ പാപമാക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ മേൽ പാപമാക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ആ പാപമാക്കിയവനെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ആര് വന്നത്? യൂദ
അടയാളുകളുമായി വന്നത്. അന്നേരം ആദ്യം പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മേലുണ്ടായിരുന്ന ശക്തിയുടെ അല്പമാനം കൊണ്ടാണ് അവർ വീണത്. ഇപ്പൊ പിടി കിട്ടിയുണ്ടോ? രണ്ടാമത് പറഞ്ഞപ്പോൾ അവർക്ക് വീഴാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ശക്തി മുഴുവനും എന്ത് ചെയ്തിരുന്നു? പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോ ആ ശക്തി മുഴുവനും ഇതിനകത്തിലാണ് ഉള്ളത്. ആ വചനത്തിനകത്തുണ്ട്. ആ വചനം നിങ്ങളുടെ കയ്യിലായി ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പിന്നെ എന്താ? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്തോ? അപ്പൊ ആ ശക്തി മുഴുവനും എവിടെയാ ഉള്ളത്? എന്നിട്ട് നമ്മളിവിടെ വെച്ചിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? അതിനാണ് പറയുന്നത് നിങ്ങൾ വചനം വായിക്കണം. വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ നമുക്കെല്ലാം പറ്റിയേക്കുന്ന ഏതെങ്കിലും ഒരു വചനം എടുത്ത് വായിക്കും, പിന്നെ ലോകത്തിലില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് വ്യാഖ്യാനമൊക്കെയാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഊട്ടി നടക്കുക. ദൈവമക്കളെ, ദൈവവചനം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പ്രാപിച്ചെടുക്കാൻ, അതിനകത്തുനിന്ന് ശക്തി നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ആ കർത്താവ് നടന്നു പോകുന്ന വഴിയെ രക്തസ്രാവക്കാരത്തി സ്ത്രീ ചെന്ന് ദൈവത്തിൻ്റെ ശക്തി ചോർത്തിയെടുത്തോ അതോ ദൈവം പകർന്നു കൊടുത്തോ? ആ, അതുപോലെ നിങ്ങൾ ദൈവവചനത്തിൽ നിന്നും വചനത്തിൻ്റെ ശക്തിയെ ചോർത്തിയെടുക്കാൻ നിങ്ങൾ പഠിക്കണം. അതാണ് കർത്താവ് പറഞ്ഞ് ബലാൽക്കാരേണ ദൈവരാജ്യത്തെ എന്ത് ചെയ്യുന്നു? പരസ്യമാക്കുന്നു. എന്തോ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അപ്പം ഈ ബലാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. അന്നും അല്ലയോ? ബലമായിട്ട് പിടിച്ചെടുക്കുന്നതാണ്. ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആരാ ബലാത്കാരം ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും ബലമായിട്ട് പിടിച്ചെടുക്കണം. എന്തുകൊണ്ടാണ്? നമുക്കിത് തരാതിരിക്കുന്നത്, നമുക്കിത് കിട്ടാതിരിക്കുന്നത് എല്ലാം എന്തുവാ? നമ്മുടെ അറിവുകേടാണ്. എന്ത് കേടാ? അറിവുകേട്. അപ്പം നമ്മൾ അറിവ് സമ്പാദിക്കേണ്ട ജോലി ആരുടേതാണ്? ഓക്കെ. നമ്മൾക്കിത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബലമായിട്ട്, കാരണം നമ്മൾ ഇതിനു വേണ്ടിയല്ല സമയം ചെലവഴിക്കുന്നത്. ലോകത്തിലെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുണ്ട്? സമയം ചെലവഴിക്കാൻ ഉണ്ട്. ഇതിനു വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് ഓടി നടക്കുന്നത്. നമ്മൾ ബലമായിട്ട് പിടിച്ചെടുക്കേണ്ടിയ നമ്മുടെ നന്മയെ ആര് പിടിച്ചെടുക്കണം? ഓക്കെ. നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് ഏതിലൂടെയാണ്? ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെയും നമ്മുടെ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ. ഏറ്റവും കൂടുതൽ ജ്ഞാനിയായവൻ ആരായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചത്? ശലോമോന് ജ്ഞാനം കൊടുത്തത് ആരായിരുന്നു? ആ ദൈവം അല്ലയോ നമ്മളുടെ അടുക്ക വന്നിട്ട് ജ്ഞാനം പകർന്നു തന്നതാണോ അല്ലയോ? അപ്പം ശലോമോന് കിട്ടിയ ജ്ഞാനത്തെക്കാട്ടി അധികമായിട്ടുള്ള ജ്ഞാനം പകർന്നു കിട്ടിയിട്ടും അതിനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ മതവും കൊണ്ട് നടക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ട് നടക്കുന്നുണ്ട്?
നമ്മുടെ മതത്തിൻ്റെ ചിന്തയുമായിട്ട് നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ആ മതത്തിൻ്റെ ചിന്തയെല്ലാം വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണെന്ന് ദൈവവചനം നമ്മൾ പഠിച്ചിട്ട് നമ്മളാണ് നമ്മുടെ നന്മയെ വലിച്ചെടുക്കേണ്ടത്, ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ ഭൂമിയിൽ കൊണ്ടുവരാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ സൗഖ്യത്തെ, നമ്മുടെ വിടുതലിനെ, നമ്മുടെ നന്മയെ അത് ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അത് ദൈവം തടയത്തില്ല. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നൊക്കെ ഓരോരുത്തരെ പ്രസംഗിക്കുന്നുണ്ട്. കർത്താവ് ഇറങ്ങി വന്നൊന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. കർത്താവ് ഓൾറെഡി ഇറങ്ങി വന്ന് എന്ത് ചെയ്തായിരുന്നു? നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. എല്ലാം നിവർത്തിയായി. ഇപ്പം യേശു ആരുടെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് അവനോട് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് യേശു തൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇനിയും ശത്രുവിനെ കാൽക്കീഴി ആക്കേണ്ട ജോലി ആരാണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. അതിനെ ഉപയോഗിച്ച് നമുക്കെതിരായി നിൽക്കുന്ന സകല ശത്രുവിനെയും പോരാട്ടത്തെയും അന്ധകാരത്തെയും കീഴടക്കിക്കൊണ്ട് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിലെ നന്മ അനുഭവിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ വചനത്തിൻ്റെ ശക്തി എന്തുമാത്രമുണ്ട്? ആരെങ്കിലും പറഞ്ഞേ, എന്തുമാത്രമുണ്ട്? അപ്പം ദൈവത്തോളമുള്ള ശക്തി അത് ഈ വചനത്തിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കേണ്ട ചുമതല ആരുടേതാ? നിങ്ങളുടെ കയ്യിൽ ഒരു മിക്സി ഉണ്ട്, നല്ല ശക്തിയുള്ള. എൻ്റെ ഇവിടെ ഒരു ശക്തിയുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഒരു കോണിക്ക് വെച്ചുകൊണ്ടിരുന്ന വല്ല പ്രയോജനമുണ്ടോ? അത് നമ്മൾ അരി അരയ്ക്കാനോ മസാല പിടിക്കാനോ മറ്റുള്ളതിനോ ഒക്കെ ഉപയോഗിക്കുമ്പോഴേ അത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബ്രദർ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ പൊടിക്കുന്ന മെഷീനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പൊടിക്കുന്ന മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അരിയും പൊടിക്കാൻ മറ്റുള്ളതൊക്കെ പൊടിക്കാൻ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം പൊടിച്ച് കിട്ടും. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വന്നു. ഇവിടെ പൊടിക്കുന്ന 1/2 മിനിറ്റ് മതി. നമുക്ക് ആവശ്യമുള്ള സാധനം പൊടിച്ച് എന്ത് കിട്ടും? പൊടിച്ചു. അതിന് ആ മെഷീനുള്ള പ്രത്യേകത തന്നെയാണ്, ഭയങ്കര ശക്തിയാണ്. അതേസമയം ഈ ഞെക്കുമ്പോൾ പൊടിക്കുന്ന ചെറിയൊരു മെഷീനുണ്ട്, അത് 2-3 കേടായിപ്പോയി. അപ്പം ശക്തിയേറിയ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ശക്തി ഈ വചനത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വചനത്തിനകത്തുനിന്ന് ശക്തി എടുക്കേണ്ട ജോലി ആരുടേതാ? അപ്പം നമുക്ക് എന്തൊക്കെ നമ്മുടെ നന്മ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നേ. അത് സാധിപ്പിച്ചെടുക്കേണ്ട ജോലി ആരുടേതാ? നാട്ടുകാരുടേതല്ല. അത് ചില മനുഷ്യർക്കൊക്കെ അതറിയാം. അതറിയാവുന്നവരാണ് അത് ഉപയോഗിക്കുന്നത്. അവരാണ് പലരും വീരപ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന നന്മകളെ അനുഭവിക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, നിന്നെ വാഴ്ത്തു നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ നിൻ്റെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവവചനത്തിൻ്റെ ശക്തിയുടെ ആ അത്യന്ത ശക്തിയുടെ വലിപ്പം എന്തെന്ന് കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം നീ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മനസ്സിലായവർക്കായി നന്ദിയോടെ സ്തോത്രം. അത് ഉപയോഗിക്കുവാനും അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും 2ാമത് കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. യഹോവയായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനായിരിക്കട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.